ഹലോ ഫ്രണ്ട്സ്, അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു റെസിപ്പിയല്ല കാണിക്കുന്നത്. ഇതുപോലെ ഒരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചെടിച്ചട്ടിയൊക്കെ നമ്മൾക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. എന്നാലും നമ്മുടെ കൈകൊണ്ട് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ മേടിച്ച് വയ്ക്കുന്നതിൽ കിട്ടില്ല. മറ്റുള്ള ആളുകൾക്ക് കാണുന്നവർക്ക് ഇത് സാധാരണ ഒരു ചെടിച്ചട്ടിയാണ്. പക്ഷേ നമ്മൾക്ക് ഇത് വെറും ഒരു ചെടിച്ചട്ടിയല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്വന്തം ചെടിച്ചട്ടിയാണ്. ഇതുപോലെ നിങ്ങൾക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുമാതിരി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഈ ഹോളെല്ലാം അടയ്ക്കാനെ കൊണ്ട് ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഈ സെല്ലോ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതിൽ ഒരു ഗ്ലാസ് സിമൻറ്റ് എടുത്ത് നമുക്ക് ഈ പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് 4 വശത്ത് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 കപ്പ് മണലിട്ട് കൊടുക്കണം. ഒരു കപ്പ് സിമൻറ്റ്, 3 കപ്പ് മണലിന് 1 കപ്പ് സിമൻറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സിമൻറ്റ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് 4 വശത്തും ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതുപോലെ 4 സൈഡിലും ഒരുപോലെ സിമൻറ്റ് തേച്ച് ഇങ്ങനെ, എൻ്റെ കയ്യിൽ ഇങ്ങനെ അതിൻ്റെ മേസ്ത്രിയുടെ കരണ്ടിയൊന്നുമില്ല, ഞാൻ ഈ തവി വെച്ചിട്ട് ഈ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ഫിനിഷിംഗ് ഒന്നും വരുന്നില്ല. എന്നാലും നമുക്ക് ഒരു സന്തോഷമുണ്ട്, നമ്മുടെ കൈ കൊണ്ട് ചെയ്ത ഒരു ചെടിച്ചട്ടി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം നമുക്ക് കാണും. ഞാൻ ഇതുപോലെല്ലാം 4 വശത്തും ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. ഹോളിന് വേണ്ടിയിട്ട് ഇതുമാതിരി ഇതുമാതിരി ഇവിടെ വെച്ച് വെക്കണം. അന്നേരം നമുക്ക് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹോളായിട്ട് ഇരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇത് ഉണങ്ങിയതിന് ശേഷം കാണിക്കാം ഇനി ബാക്കി. ഇതിന് 4 ചുറ്റുമുള്ളത് ഒന്ന് നമുക്ക് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം.
ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇച്ചിരി കളർ തേച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് ഒരൊറ്റ സിംഗിൾ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ പെയിൻറ്റോ മൾട്ടി കളറിൻ്റെ പെയിൻറ്റോ ഒക്കെ അടിച്ച് ഇതിനെ ഇനിയും ബ്യൂട്ടിഫുൾ ആക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ഇങ്ങനെ ചെയ്തെടുത്തെങ്കിലും വലിയ ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലതുപോലെ ഫിനിഷിങ്ങിൽ ചെയ്യാമെങ്കിൽ ഏത് സൈസിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നമുക്കൊരു ചെടി പ്ലാന്റൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു കല്ലോ എന്തെങ്കിലും ഈ ഓട്ടിൻ്റെ ഒരു മുറിയോ ഈ ഹോളിൻ്റെ അരികിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാനും. ഇതിപ്പോൾ ഞാൻ പ്ലാന്റ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്